ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാരത്തിന് അനുമതി നിഷേധിച്ച കുമരകം പള്ളിക്കെതിരെ ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ്. അന്ത്യാഭിലാഷം നടത്താത്തത് നീതികേടാണെന്നും മരിച്ചവരെ അടക്കുക എന്നത് സഭാ നിയമമനുസരിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും മാർ തിമോത്തിയോസ് പറഞ്ഞു. പ്രിയങ്ക ചോപ്രയുടെ വല്യമ്മയാണ് മരിച്ചത്. കുമരകം പള്ളിയിൽ അവർക്ക് അന്ത്യവിശ്രമം കൊടുക്കുവാനായിട്ട് ആ പള്ളി നിഷേധിച്ചപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തത്. സഭാ പാരമ്പര്യം അനുസരിച്ച് ഒരു മരിച്ചയാളെ അടക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിന് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദേശക്കാരനെ കല്യാണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്നത് മാനുഷികമല്ല, ക്രൈസ്തവവുമല്ല. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി പൂർണ്ണമായി സ്റ്റേ ചെയ്തു. ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. KSRTC സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇതിനിടെ കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 21 നടത്താനിരുന്ന വാഹന പണിമുടക്ക് പിൻവലിച്ചു. 10 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾക്ക് പ്രധാന നഗരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് KSRTC സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ദില്ലിയിൽ 2 വർഷത്തെ സാവകാശം നൽകിയാണ് നിരോധനം നടപ്പാക്കിയതെന്ന് സ്റ്റേ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വാദം പൂർത്തീകരിച്ച് വിധി പ്രഖ്യാപിക്കുന്നതുവരെയാണ് സ്റ്റേ. ട്രിബ്യൂണൽ വിധിക്കെതിരായ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 cc മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുതെന്നായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഓടിക്കരുതെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരോധിച്ചത് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. പുതിയ ഉത്തരവോടെ മോട്ടോർ വാഹന മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീരനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും. നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിൻ്റെതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായി എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നിർമ്മാണ തുകയുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ നൽകിയ കേസ് ഒത്തുതീർപ്പാക്കി. കോടതിക്ക് പുറത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. കെട്ടിട നിർമ്മാണത്തിന്റെ കുടിശ്ശികയായ 2,80,00,000 രൂപ 3 വർഷത്തിലേറെയായി നൽകാതിരുന്നതിനെ തുടർന്നാണ് കരാറുകാരനായ ഹീദർ കൺസ്ട്രക്ഷൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അംഗങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോണിയാഗാന്ധി അംഗമല്ലെന്ന് ഡയറക്ടർ ഹിദുർ മുഹമ്മദ് അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ പ്രതി എന്ന നിലയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCPയിൽ തർക്കങ്ങളില്ലെന്ന് തോമസ് ചാണ്ടി MLA. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പാർട്ടിയിൽ ധാരണകളുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും കേന്ദ്ര നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. കുവൈറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തനിക്ക് ഒരു അവകാശവാദവുമില്ലെന്നും തോമസ് ചാണ്ടി പറഞ്ഞു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൗൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡാറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൗൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിൻ്റെ കൂടി താൽപ്പര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജീവൻകുമാർ, തിരുവനന്തപുരം. മന്ത്രി EP ജയരാജനെതിരായ അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്. EP ജയരാജൻ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണമായിരുന്നു. പദവി ഏറ്റെടുക്കുമ്പോൾ അഞ്ജു അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നുവെന്നും പത്മിനി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കായിക മന്ത്രി EP ജയരാജൻ അധിക്ഷേപിച്ചെന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല മിനിസ്റ്റർ അധിക്ഷേപിക്കുമെന്ന്. കാര്യം നമ്മളോടൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണം. ആക്ച്വലി സ്പോർട്സ് കൗൺസിലിന് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് ആണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. അത് അഞ്ജുവിന് തോന്നേണ്ട കാര്യം. നമ്മൾ ഏത് സ്ഥാനങ്ങളും ഒരാൾ ഏറ്റെടുക്കുമ്പം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ദിവസം നിൽക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനമല്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരൻ അജിത് മാർക്കോസിനെ കൗൺസിലിൽ അനധികൃതമായി നിയമിച്ചത് അഞ്ജുവിന്റെ അറിവോടെ തന്നെയാണ്. എല്ലാം കണ്ടിട്ടേ ഫയലുകൾ പോവുള്ളൂ. ഒരു പ്രസിഡന്റ് കണ്ടിട്ടേ പോകൂ. വിമാനയാത്രയ്ക്കടക്കം കൗൺസിലിൽ നിന്ന് അധിക ചെലവുണ്ടാക്കിയത് ശരിയല്ല. അനധികൃത നിയമനങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടത്താനായി കൗൺസിലിലെ മറ്റു ചിലർ അഞ്ജു ബോബി ജോർജിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും പത്മിനി തോമസ് പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കൊട്ടാരക്കര വാളകത്ത് വൃദ്ധനായ ജോണിക്കുട്ടിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതി പ്രസാദിനെ പോലീസ് പിടികൂടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തൃശൂർ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക പഠന സൗകര്യങ്ങൾ ഒരുക്കി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേലൂർ പഞ്ചായത്തിലെ വ്യവസായ കേന്ദ്രത്തിലാണ് താൽക്കാലിക ക്ലാസ് റൂമുകൾ ഒരുക്കിയത്. വടക്കാഞ്ചേരി AEOയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ രേഖകൾ ഏറ്റെടുത്തു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്കൂൾ പൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിച്ചത്. മങ്ങാട്ടുമുറി, പാലാട്ട് സ്കൂളുകളും അടച്ചുപൂട്ടിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു.
CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തലാണ് മുഖ്യ അജണ്ട. ചില മണ്ഡലങ്ങളിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകളും 2 ദിവസത്തെ യോഗത്തിൽ നടക്കും. ഭാവി പരിപാടികൾക്കും യോഗം രൂപം നൽകും. കൊച്ചി മെട്രോ 2ാം റീച്ചിന്റെ നിർമ്മാണ കരാറിൽ നിന്നും സോമ കൺസ്ട്രക്ഷൻസിനെ DMRC ഒഴിവാക്കി. കരാർ തുകയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കമ്പനിയെ ഒഴിവാക്കാൻ കാരണം. യഥാസമയം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുൻ സർക്കാർ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കാലതാമസം മൂലം നിർമ്മാണ ചെലവിൽ വർധനയുണ്ടായ സാഹചര്യത്തിൽ തുക വർദ്ധിപ്പിച്ച് നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുകയായിരുന്നു. വാടക്കലിൽ കാണാതായ ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ബോട്ടുടമ ബാബു സുരേന്ദ്രൻ. ബുധനാഴ്ചയാണ് ബോട്ട് കടലിൽ കുടുങ്ങിയത്. സമുദ്ര ഗവേഷകരുമായി പോയി വന്ന ശേഷമാണ് എഞ്ചിൻ തകരാറുണ്ടായത്. ബോട്ടിൽ ഉണ്ടായിരുന്ന 3 പേരും മറ്റൊരു ബോട്ടിൽ കരയിലെത്തി. ബോട്ട് കുടുങ്ങിയ വിവരം നീണ്ടകര പോലീസിനെ അറിയിച്ചെന്നും ബാബു പറഞ്ഞു. ബോട്ടിൽ ആളുകളുണ്ടെന്ന നിഗമനത്തിൽ കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്ത്യക്കാരിയെ തട്ടിക്കൊണ്ടുപോയി. കൊൽക്കത്ത സ്വദേശിനിയായ ജൂജിത് ഡിസൂസിയെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയായ ആഖാ ഖാൻ ഫൗണ്ടേഷനിൽ ടെക്നിക്കൽ അഡ്വൈസറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ജൂജിത് ഡിസൂസ. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയുമായും അഫ്ഗാൻ സർക്കാരുമായും ബന്ധപ്പെട്ട മോചനത്തിനുള്ള ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് മത്സ്യം വളർത്തുക എന്ന പുതിയ പദ്ധതിക്ക് ചേർത്തലയിൽ തുടക്കമായി. മന്ത്രി P. തിലോത്തമൻ പദ്ധതിയുടെ വിളവെടുപ്പ് നടത്തി. ഓക്സിജൻ അളവ് കുറഞ്ഞ മേഖലയിലും ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുതിയ രൂപവും ഭാവവും നൽകി ശ്രദ്ധേയമാവുകയാണ് ഗാന്ധി സേവാ കേന്ദ്രം. വീട്ടമ്മമാരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് മത്സ്യങ്ങളെ വളർത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ഈ പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുൻ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ പത്മകുമാറാണ്. ഒരു 10 സ്ക്വയർ മീറ്റർ ഉള്ള ടാങ്ക് ഉണ്ടെങ്കിൽ, ഒരു സിറ്റ് ഔട്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് രൂപകൽപ്പന വളരെ പ്രധാനമാണ്. ഡിസൈൻ അങ്ങനെ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു 100 മുതൽ 150 വരെ മത്സ്യം വളർത്താം. പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പരീക്ഷിച്ച് വിജയിച്ച സാങ്കേതിക വിദ്യയാണിത്. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം മത്സ്യം വിറ്റ് കിട്ടുന്ന പണവും പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിലിപ്പം വേസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇതിന് കൊടുക്കുന്നതുകൊണ്ടേ നമ്മൾ ഭക്ഷണത്തിൻ്റെ എല്ലാ വേസ്റ്റ് കഴിക്കുന്നത്. അതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. മറ്റുള്ള എല്ലാ സിസ്റ്റങ്ങളും കഴിക്കുന്ന മീനുകളാണ് നമ്മൾ വളർത്തുകയും ചെയ്യേണ്ടത്. ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെയാണ് മത്സ്യ വളർത്തു കേന്ദ്രം ഒരുക്കിക്കൊടുക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനൊപ്പം മത്സ്യസമ്പത്ത് കൂടി വളർത്തിയെടുക്കുക എന്ന പുതിയ പദ്ധതിക്കാണ് ചേർത്തലയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ പ്രിൻസ് ഇല്യാസിനൊപ്പം ഷാജഹാൻ. സൗജന്യമായി വൃക്ക ദാനം ചെയ്ത ലേഖ നമ്പൂതിരിക്ക് സഹായ പ്രവാഹം. മമ്മൂട്ടിയുടെ പതഞ്ജലി ഗ്രൂപ്പിന്റെ ധനസഹായം പതഞ്ജലി ഗ്രൂപ്പ് MD ജ്യോതിഷ് കൈമാറി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് സഹായം കൈമാറിയത്. നട്ടലിന് പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലേഖ നമ്പൂതിരിയുടെ ഓപ്പറേഷൻ പൂർത്തിയായി.